ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഡ് ടു ജോബ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗെയിൽ സീനിയർ ഓഫീസർ റിക്രൂട്ട്മെന്റ് 2024 ആണ്. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഓഫ് ദി നോട്ടിഫിക്കേഷൻ. ആകെ മൊത്തം 261 പോസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ എഞ്ചിനീയേഴ്സ് വിഭാഗത്തിന്റെ പോസ്റ്റ് നമ്മൾ നേരത്തെ പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. ഇതിൽ ഓഫീസേഴ്സ് കേഡർ പോസ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ പോസ്റ്റിന്റെയും മിനിമം സാലറി 50,000 ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 132ഓളം പോസ്റ്റ് ഓഫീസേഴ്സ് കേഡറിലുണ്ട്. നെക്സ്റ്റ് വൺ അപ്ലിക്കേഷൻ ഫീ. ജനറൽ കാൻഡിഡേറ്റ്സ്, EWS കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സിന് 200 രൂപ അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. SC ST PWD കാറ്റഗറി നോ നീഡ് ടു പേ എനിത്തിങ്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡിലൂടെയൊക്കെ നമുക്ക് അപ്ലിക്കേഷൻ ഫീ അടക്കാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് 12/11/2024 മുതൽ 11/12/2024 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. വാക്കൻസി ഡീറ്റെയിൽസ് ഒന്ന് ബ്രീഫായിട്ട് നമുക്ക് നോക്കാം. സീനിയർ ഓഫീസേഴ്സ് 130 പോസ്റ്റ് ഉണ്ട്. 28 മുതൽ 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. CA, CMA, ICWA, BCom, BA, BSc, BE, BTech ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ സീനിയർ ഓഫീസർ E2 ഗ്രേഡ് 60,000 to 1,80,000, 28 ആണ് ഏജ്. CA, CMA, ICWA, BCom with 60% മാർക്ക് ആൻഡ് 2-year MBA ഇൻ ഫിനാൻസ് 65% മാർക്ക് ഓർ ഗ്രാജുവേഷൻ BA ഹോണേഴ്സ് ഇൻ കൊമേഴ്സ് 60% മാർക്ക്. ഗ്രാജുവേഷൻ BA, BSc ഹോണേഴ്സ് 60%, BE, BTech 60% ഒക്കെയാണ് ക്വാളിഫിക്കേഷൻ. മിനിമം 1 year എക്സ്പീരിയൻസ് ഇൻ ഫിനാൻസ് ഓർ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ സ്റ്റേറ്റ് ഓർ സെൻട്രൽ. നെക്സ്റ്റ് വൺ സീനിയർ ഓഫീസർ E2 ഗ്രേഡ് 60,000 ആണ് മിനിമം സാലറി. 28 ആണ് ഏജ്. ബാച്ചിലേഴ്സ് ഡിഗ്രി മിനിമം 60% മാർക്ക് ആൻഡ് 2-year MBA MSW വിത്ത് സ്പെഷ്യലൈസേഷൻ പേഴ്സണൽ മാനേജ്മെന്റ്. ബാച്ചിലേഴ്സ് ഡിഗ്രി മിനിമം 60% മാർക്ക്, 2-year മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ 2-year PG. അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ലോ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. മിനിമം 1 year എക്സ്പീരിയൻസ് ഇൻ വേരിയസ് സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് വൺ സീനിയർ ഓഫീസർ ലോ E2 ഗ്രേഡ് 60 to 1,80,000, 28 ഏജ്, ഡിഗ്രി ഇൻ LLB 60% മാർക്ക്, 1 year എക്സ്പീരിയൻസ് വേണം. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ലോ ഫേംസ് ഓർ ലാർജ് ഫേംസ് ഓർ എനി ഡിപ്പാർട്ട്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ള എസെൻഷ്യൽ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ സീനിയർ ഓഫീസർ മെഡിക്കൽ സർവീസ് E2 ഗ്രേഡ് 60,000 to 1,80,000, MBBS ഡിഗ്രി ആണ് ചോദിച്ചിട്ടുള്ള. 1 year എക്സ്പീരിയൻസ് ഇൻ മെഡിക്കൽ ഓഫീസർ ആസ് എ മെഡിക്കൽ ഓഫീസർ സ്പെഷ്യലിസ്റ്റ് ഇൻ സ്റ്റേറ്റ് ഓർ സെൻട്രൽ. സീനിയർ ഓഫീസർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ E2 ഗ്രേഡ്, ഡിഗ്രി മിനിമം ഡിഗ്രി 60% മാർക്കാണ്. 2-year മാസ്റ്റേഴ്സ് ഓർ 2-year പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്മ്യൂണിക്കേഷൻ ഓർ അഡ്വർടൈസ്മെന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. 1 year എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് റിലേഷൻ. ഓഫീസർ ലബോറട്ടറി E1 ഗ്രേഡ് ആണ്, 50,000 മിനിമം സാലറി. മാക്സിമം ഏജ് ലിമിറ്റ് 32 years. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി വിത്ത് 60% മാർക്ക്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറി ഓഫ് ലാർജ് ഓർഗനൈസേഷൻ എക്സ്പീരിയൻസ്. ഓഫീസർ സെക്യൂരിറ്റി E1 ഗ്രേഡ് 45 years വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ബാച്ചിലേഴ്സ് ഡിഗ്രി 60% മാർക്ക്. ഡിപ്ലോമ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ്. ഈ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫോഴ്സിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രിഫറബിളി ഹാവിംഗ് എക്സ്പീരിയൻസ് സെക്യൂരിറ്റി. ഓഫീസർ ഒഫീഷ്യൽ ലാംഗ്വേജ് E1 ഗ്രേഡ് 35 years വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി 60% മാർക്ക് വേണം. ട്രാൻസ്ലേഷനിൽ ഡിപ്ലോമയോ ഡിഗ്രി ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ട്രാൻസ്ലേഷൻ വർക്ക് ഫ്രം ഇംഗ്ലീഷ് ടു ഹിന്ദി, ഹിന്ദി ടു ഇംഗ്ലീഷ് ആണ് ചോദിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അടുത്തായിട്ട് ഏജ് റിലാക്സേഷൻ നോക്കാം. SC ST 5 year ഉണ്ട്, OBC 3 year, PWD ജനറൽ കാൻഡിഡേറ്റ്സിന് 10 year, PWD OBC കാൻഡിഡേറ്റ്സിന് 13 year, PWD ബിലോങ്സ് ടു SC ST കാറ്റഗറി 15 years ആണ് റിലാക്സേഷൻ. പേ ആൻഡ് അലവൻസ് നോക്കുകയാണെങ്കിൽ വേരിയബിൾ ഡിയർനെസ് അലവൻസ് ബാക്കിയെല്ലാം ഉണ്ട്. ഈ ജോലിയുടെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ കമ്പനി അക്കോമഡേഷൻ, ലീസ്റ്റ് അക്കോമഡേഷൻ, HRA, മെഡിക്കൽ ഫെസിലിറ്റീസ്, ഇൻഷുറൻസ്, ഹൗസ് ബിൽഡിംഗ്, അഡ്വാൻസ്, അതൊക്കെ കുറേ ബെനിഫിറ്റ്സ് ഈ പോസ്റ്റിന് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ തന്നെ 15 വർഷത്തെ കണ്ടിന്യൂസ് സർവീസിന് പോസ്റ്റ് റിട്ടയർമെന്റ് മെഡിക്കൽ ബെനിഫിറ്റ്സും കൂടി ഉണ്ടാവും. നെക്സ്റ്റ് വൺ പ്ലേസ്മെന്റ് ഓർ അസൈൻമെന്റ്. മേ ബി പോസ്റ്റഡ് ആറ്റ് എനി ഇൻസ്റ്റാളേഷൻ ഓർ പ്രോജക്ട്സ് ഓർ ഓഫീസസ്. അവ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്ലിക്കേഷൻ ഫീ ആയിട്ട് ജനറൽ കാൻഡിഡേറ്റ്സ്, EWS കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സിന് 200 രൂപയും. SC ST PWD കാറ്റഗറി ഫീസ് അടക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ വളരെ തുച്ഛമായ രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഇവർ ഈടാക്കുന്നത്. ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ 12/11/2024 മുതൽ 11/12/2024 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. സെലക്ഷൻ പ്രോസസ്സ് നമുക്ക് നോക്കാം. സെലക്ഷൻ പ്രോസസ്സ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇന്റർവ്യൂ ആയിരിക്കും. ആദ്യത്തെ സീനിയർ ഓഫീസർ F&S പോസ്റ്റിന് PET ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റും ഇന്റർവ്യൂവും കൂടി ഉണ്ടാവും ബിഫോർ ദ സെലക്ഷൻ കമ്മിറ്റി. നെക്സ്റ്റ് വൺ ഓഫീസർ സെക്യൂരിറ്റി സെലക്ഷൻ വിൽ ബി ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ ഉണ്ടാവും. നെക്സ്റ്റ് വൺ ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസർ ഒഫീഷ്യൽ ലാംഗ്വേജിന് വിച്ച് ഇൻവോൾവ് സ്കിൽ ടെസ്റ്റ് ഇംഗ്ലീഷ് ടു ഹിന്ദി ട്രാൻസ്ലേഷൻ ആൻഡ് വൈസ് വേഴ്സ. അതുകൂടാതെ ഇന്റർവ്യൂ കൂടി ഉണ്ടാവും. മിനിമം ക്വാളിഫയിങ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ടു ബി സെക്യൂർഡ് ഇൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. 60% ഫോർ ജനറൽ OBC കാൻഡിഡേറ്റ്സ്, 55% ഫോർ SC ST PWD കാൻഡിഡേറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടാതെ ബാക്കിയുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ, പ്രൊഫഷൻസി ടെസ്റ്റ് എല്ലാത്തിനും മിനിമം ക്വാളിഫയിങ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. 40% ഫോർ ജനറൽ, 35% ഫോർ SC ST കാൻഡിഡേറ്റ്സ്, PWD കാൻഡിഡേറ്റ്സ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കാം. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 12/11/2024, ലാസ്റ്റ് ഡേറ്റ് 11/12/2024 ആണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്